ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷ എജു ബേക്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇനി ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, വീട്ടിൽ തന്നെ എല്ലാവർക്കും അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഓവനോ ബീറ്ററോ അതുപോലെ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യുകയോ ഒന്നും വേണ്ട, ഇൻസ്റ്റൻ്റ്ലി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ 2 കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗർ ആദ്യം തന്നെ കാരമലൈസ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ആ ഉരുകി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ചൂടുവെള്ളം 1 കപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഇതിനാവശ്യമായ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമുക്കെടുക്കാം. 1 കപ്പ് ഉണക്കമുന്തിരിയും ബാക്കി എല്ലാ 1/2 കപ്പ് വീതമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ബട്ടറും കാരമലൈസ് ചെയ്ത് സോക്കും പിന്നെ 1/2 കപ്പ് ഷുഗറും എസൻസും എല്ലാം കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെന്ത് വന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് തണുക്കാനായിട്ട് ഇനി മാറ്റി വെച്ച് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒരു പാത്രത്തിൽ 2 കപ്പ് പൊടിയും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കാം. ഇവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് എസൻസും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് മിക്സിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിരുന്ന നട്ട്സ്, ഞാനിവിടെ ബദാമും കാഷ്യൂവും എടുത്തേക്കുന്നത്, അതും കൂടി ഒരു പൊടിയിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബാറ്റർ നമുക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടിന്നിലാണ് വെച്ചിരിക്കുന്നത്. അത് കണ്ടില്ലേ, ഇതിൽ ഒരെണ്ണം ഞാൻ ഓവനിലും ഒരെണ്ണം സ്റ്റൗ ടോപ്പിലുമാണ് വെച്ചത്. അപ്പോൾ ഇത് ഏകദേശം എനിക്ക് 1 മണിക്കൂർ തൊട്ട് 1.25 മണിക്കൂർ വരെ ടൈം എടുത്ത് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം ഇതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് കേക്ക് റെഡിയായി കിട്ടി. വളരെ എളുപ്പമായിരുന്നു, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും വരുന്ന ക്രിസ്മസിന് ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തിട്ട് വീട്ടിൽ പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കേക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുമുണ്ട്, അതുപോലെ തന്നെ റിച്ചായിട്ട് വളരെ ഫ്ലേവറും ഫ്രൂട്ട്സും എല്ലാം കൂടി റിച്ചായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഷുഗറും ഉള്ളു കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിതിവിടെ പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്യണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വരാൻ പോകുന്ന ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ചേരുന്നു. ഗോഡ് ബ്ലെസ് യു. ബൈ.